നമസ്കാരം. ഇന്ന് പ്രൊമോയിൽ കണ്ട ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 20,000-ന്റെ 20 കെട്ടുകൾ വെളിയിലുള്ള, അതായത് ബിഗ് ബോസിന്റെ ആ പ്രധാന കവാടത്തിന് വെളിയിലുള്ള ഒരു വണ്ടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മൂന്ന് പേർക്ക് വെളിയിൽ കടന്ന് 1 മിനിറ്റ് സമയത്തിനുള്ളിൽ ഇതിൽ മാക്സിമം എമൗണ്ട് കളക്ട് ചെയ്ത് അകത്ത് കയറാം. എത്ര എമൗണ്ട് ആണോ കിട്ടുന്നത് അത്രയും എമൗണ്ട് കൊണ്ട് അകത്ത് കയറാം. ഇനി ആ സമയത്തിനുള്ളിൽ പൈസയോടെയോ ഇല്ലാതെയോ അകത്ത് കയറാൻ പറ്റുന്നവരെ എവിക്റ്റായി പോകും. അതുകൊണ്ട് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാനാണ് പറയുന്നത്. അത് ഇതിനകത്ത് ധൈര്യപൂർവ്വം അത് ഞാനടുത്ത് നറുക്കിടുവാന്ന്. അപ്പം നെവിൻ ഇവിടെയും വിലക്കാണ്, നെവിനെ കയറ്റിയിട്ടില്ല. നറുക്കിടുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അല്ലായിരുന്നു. ധൈര്യപൂർവ്വം അനുമോളും അക്ബറും ആദിലയുമാണ് അതിനു വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിന്നത്. അവർ 3 പേരുമാണ് പോകാൻ വേണ്ടി റെഡിയായിട്ട് എഴുന്നേറ്റത്. അപ്പോൾ അവർ 3 പേരും പോകാൻ വേണ്ടി റെഡിയായി. അവരെല്ലാവരോടും യാത്ര പറഞ്ഞ് അപ്പം വെളിയിലെ ഒരു ടി വിയിൽ പിന്നെ കൗണ്ട് ഡൗൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ തന്നെ ഇവർ സ്വന്തമായിട്ട് കൗണ്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ എത്രയാണോ എമൗണ്ട് കിട്ടുന്നത് അത് അവർ നമുക്ക് ഒരേപോലെ വീതിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കയറുന്നത്. അതേപോലെ തന്നെ അക്ബർ ഡിക്കി നോക്കുന്നു. ഇന്നോവയുടെ നടുക്കത്തെ സീറ്റ് നമ്മുടെ ആദില, ഫ്രണ്ട് അനുമോള്. അങ്ങനെ അവരെല്ലാം ഡിവൈഡ് ചെയ്ത് അവർ വെൽ പ്ലാൻഡ് ആയിട്ടാണ് അവർ കയറിയത്. അതുകൊണ്ട് തന്നെ അവർ മാക്സിമം എമൗണ്ട് എടുത്തു. സമയമായപ്പോൾ ബെല്ലടിച്ചു. സത്യം പറഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കുന്നവർക്ക് പോലും ഈ സംഭവം, ഈ സിനിമയുടെയൊക്കെ ക്ലൈമാക്സ് കാണുന്ന പോലുള്ള ഒരു വല്ലാത്ത ഒരു ഹൃദയമിടിപ്പോടുകൂടിയാണ് കണ്ടത് കേട്ടോ. ഇനി ആരെങ്കിലും പുറത്തു പോകുമ്പോൾ, നമ്മളെ ഈ പ്രൊമോ കാണിച്ചത് വളരെ സസ്പെൻസ് ആയിട്ടാണല്ലോ കാണിച്ചത്. അപ്പം നമ്മൾ സസ്പെൻസിൽ ഇരിക്കുവാണല്ലോ. അപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പം എന്തായാലും കൊള്ളാം. അവർ സമയത്തിനുള്ളിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അകത്ത് നിന്ന് നൂറ പറയുന്നുണ്ടായിരുന്നു സമയം കഴിയാറായി, ഓടിവാ. അപ്പോൾ അവർ ഒരു 45 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ കൗണ്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ 45 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അവർ ഓടി. അപ്പോൾ പകുതി അടയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവർ അതിനിടയ്ക്കൂടെ ഒക്കെ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഇങ്ങനെ അടയുന്ന വാതിലിനിടയിൽ കൂടെ ചാടിയൊക്കെയാണ് അനുമോളും ഒക്കെ അവസാനം. ആദ്യം അക്ബർ വന്നു, പിന്നെ ആദില വന്നു, പിന്നെ അനുമോള് ചാടിയാണ് അതിനകത്തുനിന്ന് വന്നത്. എന്തായാലും കൊള്ളാം. അനുമോള് 7 കെട്ടെടുത്തു, അക്ബർ 3 കെട്ട്, ആദിലേക്ക് 1 കെട്ടേ കിട്ടിയുള്ളൂ. അങ്ങനെ ഈ പറഞ്ഞ പോലെ അത്ര ഇപ്പം 2 ലക്ഷത്തി ശിഷ്ടം രൂപ ഇവർ എടുത്തിട്ടുണ്ട്. 1 ലക്ഷത്തി അതായത് അവരെടുത്തിരിക്കുന്നത് 20,000, 60,000. അനുമോൾ എടുത്തിരിക്കുന്നത് 1,40,000. അപ്പോൾ 2 ലക്ഷം രൂപ അവരെടുത്തിട്ടുണ്ട്. അവരത് തുല്യമായിട്ട് പുറത്തുനിന്ന് വീതിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ബിഗ് ബോസ് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആരും എവിക്റ്റ് ആയിട്ടില്ല. അത്ര തന്നെയേ ഉള്ളൂ.